ഞങ്ങളുടെ ഫ്രണ്ട് ഗോകുല് അവൻ്റെ മീഡിയ കമ്പനി വി ക്യാപ്സ് അവരാദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബിഗ് പ്രോജക്റ്റിൻ്റെ ആഡ് ഷൂട്ട്. അതിലേക്ക് ഒരു ചെറിയ കുട്ടീനെ വേണം. അങ്ങനെ ഷൂട്ടിൻ്റെ തലേന്ന് ആ കൊച്ചുകുട്ടി സമുദ്രയാണെന്ന് അറിഞ്ഞ എൻ്റെ അബിയുടെയും ഞെട്ടലും സന്തോഷവും ടെൻഷനും ഒക്കെ കൂടിയുള്ള ഒരു മിക്സ്ഡ് ഇമോഷനുള്ള വീഡിയോ ആണിത്. രാവിലെ 5:40 ട്രെയിന് കൊച്ചിയിലേക്ക്. 4 മണിക്ക് എണീറ്റെങ്കിലും റെഡിയായി ഇറങ്ങിയപ്പോൾ 5 മണി കഴിഞ്ഞു. ട്രെയിൻ കിട്ടുമോയെന്ന് നല്ല ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ബട്ട് പോകുന്ന പോക്കിൽ സമുദ്രയുടെ തലയിലെ തൊപ്പി വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൺ ടൈമിൽ ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ യാത്ര ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് ഇത് സമുദ്രയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പും കൂടിയാണിത്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്, സമുദ്ര ഇതാണ് ട്രെയിൻ എന്നൊക്കെ. ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട്, അതും ആദ്യമായിട്ട് ഒരു ദൂരയാത്ര പോകുമ്പോൾ ആസ് എ മദർ നമ്മുടെ പ്ലാനിങ് തലേന്ന് മുതലേ തുടങ്ങും അല്ലേ? കൊണ്ടുപോകേണ്ട ഓരോ സാധനങ്ങളും, അത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും, മറന്നു പോവാതിരിക്കാനുള്ള മുൻകരുതൽ, ആ ബാക്ക് സ്റ്റോറിയാണ് ഈ കാണുന്നത്. എല്ലാം മറക്കാറെടുത്ത് വെക്കണ്ടേ. ഇനി അടുത്ത ടാസ്ക് ഫീഡിംഗ് ആണ്. സമുദ്ര നമ്മൾ ബോട്ടിൽ ഫീഡിങ് ശീലിപ്പിക്കാത്തതുകൊണ്ട് കക്ഷിക്ക് അത് വലിയ പിടിയില്ല. സോ ട്രെയിനിനുള്ളിൽ ഫീഡിങ്, അതും ആദ്യമായിട്ടാകുമ്പോൾ ഉള്ള ഹെസിറ്റേഷനും ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞ് കരയുമ്പോൾ അമ്മമാരതൊക്കെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കുഞ്ഞ് കരയുമ്പോൾ അതിനെ ഫീഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ ഉള്ളിൽ ഹ്യൂമാനിറ്റി ഉള്ള മനുഷ്യർക്ക് പറ്റുമല്ലോ അല്ലേ? അങ്ങനെ അറൗണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ കൊച്ചിയിലെത്തി. അവിടെ നമ്മളൊരു ഊബർ വിളിച്ച് ഇടപ്പള്ളിക്ക് പോയി. അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കല്യാണ വീട്ടിൽ പോയ ഫീലായിരുന്നു. ക്യാമറയും ലൈറ്റും ആളും ബഹളവും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. പിന്നെ ഈ ഇൻട്രോവേർട്ടുകൾ അങ്ങനെ ഒരിടത്ത് എത്തിപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന ടെൻഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. സോ കുറേ നേരം ഞാൻ റൂമിൽ തന്നെ ഇരുന്നു. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞു. എന്താ ഇപ്പോൾ ഇവരോട് തിരിച്ച് ചോദിക്കുക എന്നൊരു ടെൻഷൻ. എൻ്റെ അപ്പോഴത്തെ മൈൻഡ് വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റിയിരുന്നതിൽ നല്ല കോമഡി ആയേനെ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ടെൻഷനായിരുന്നു എനിക്ക്. എനിവേ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് സമുദ്രയുടെ ഷൂട്ട് പ്ലാൻ ചെയ്തത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, കരഞ്ഞ് ബഹളം വെക്കുമോ, വേഗം തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട്. അവൾ ശരിക്കും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു സീനിന് വേണ്ടി അവളെ ഉണർത്തി കരയിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ. അതുകൂടെ കഴിഞ്ഞ് അവളുടെ സീനെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയാന ഹമീദ് ആയിരുന്നു ഈ ആഡിൻ്റെ മെയിൻ റോള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മച്ചീസ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്റ്റിൻ്റെ ആഡ് ഷൂട്ടാണ് അവിടെ നടന്നത്. ഇതൊക്കെ അവിടെ ചെന്നപ്പോൾ മാത്രം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ. തിരിച്ച് ട്രെയിന് 6 മണിക്കോ മറ്റോ ആയിരുന്നു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വൈകിട്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ലൈഫിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. എനിവേ ആഡിൻ്റെ ഔട്ട് വി ക്യാപ്സിൻ്റെ പേജിലുണ്ട്, ഒന്ന് കയറി കണ്ടേക്കണേ. അപ്പോൾ ബൈ.